മോർണിംഗ് ദീപു മാമ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രിയേ, ഇരിക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഞാൻ പോയി ദോശ എടുത്തിട്ട് വരാം. ദീപു, നീ എന്താ അമ്മയോട് പറഞ്ഞത്? കുഞ്ഞു കഴിക്കുന്നില്ലേ? കഴിക്കണം. ഈ കുട്ടി എന്താ കാണിച്ചത്? എന്തിനാ നിലവിളിച്ചോടിയത്? ഞാൻ വയറ്റിൽ ദോശ ഇട്ടതല്ലേ. സീമേ, കരയാതിരിക്കും. നീ കരഞ്ഞ ഞങ്ങൾക്കും കരച്ചിൽ വരും. അന്നൊരു ദിവസം തമാശക്ക് ഞാൻ ദീപേട്ടനോട് പറഞ്ഞു, ദീപേട്ടന്റെ ഭാര്യയ്ക്ക് വട്ട പിടിക്കുമെന്ന്. ആ പറഞ്ഞത് ഭാരം പറ്റിയ പോലായി. സീമേ, കരഞ്ഞിട്ട് എന്താ കാര്യം മോളെ? നമ്മുടെ ദീപുവിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കൂല. ബാലേട്ടാ, ഞങ്ങളെല്ലാത്തിനും കാരണം ഓരോ പെൺകുട്ടികൾക്കും ഓരോരോ കുറ്റം പറഞ്ഞ് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇത് വിധിയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാ ദീപുവിനെ ആശ്വസിപ്പിക്കുക. അതിനു പകരം നമ്മളും തളർന്നു പോയാ അവന്റെ അവസ്ഥ എന്താവും? ഇത് വിധിയൊന്നുമല്ല ബാലേട്ട, ക്രൈമാണ്. അറിഞ്ഞുകൊണ്ട് അവളുടെ വീട്ടുകാര് നമ്മളോട് ചെയ്ത ചതി. അതെ, അതെന്തെങ്കിലും ആവട്ടെ. എല്ലാത്തിനും പ്രതിവിധികൾ കണ്ടുപിടിക്കാനാണല്ലോ മനുഷ്യന് തലച്ചോറ് തന്നിരിക്കുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സംഗതി ആകപ്പാടെ വഷളായി പോകും. ബാലേട്ടൻ പറഞ്ഞതുപോലെ ദീപുവിന് ധൈര്യം കൊടുക്കലാണ് പ്രധാന കാര്യം. അത് മാത്രമല്ല, നാട്ടുകാരെ അറിയുന്നതിന് മുമ്പ് ഒരു പരിഹാരം ഉണ്ടാവണം. മോള് വന്നേ. ചെറിയ കുട്ടിയായതുകൊണ്ട് നിന്നോട് പ്രത്യേകം പറയാ, പുറത്തൊരാളും ഇത് അറിയാൻ പാടില്ല. മനസ്സിലായ? ഗുഡ് മോർണിംഗ്. അച്ഛനല്ലേ എവിടെ? ഉണ്ട്, അകത്തുണ്ട്. അച്ഛനെ വിളിക്കൂ. ആ, അങ്ങോട്ടിരിക്കാം. ആഹാ, കാറിന്റെ ശബ്ദം കേട്ടു. നിങ്ങളാണെന്ന് വിചാരിച്ചില്ല. എന്തൊക്കെയാ, നമ്മുടെ കുട്ടികൾക്ക് സുഖം തന്നെയല്ലേ? കാലത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാ. മിസ്റ്റർ രാധാകൃഷ്ണൻ, ഈ ലോകത്ത് ധാരാളം വഞ്ചകന്മാരും ചതിയന്മാരും ഉണ്ടെന്നറിയാം. പക്ഷേ അക്കൂട്ടത്തിൽ ഒരാളുമായി ഞങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വരുമെന്ന് തീരെ കരുതിയില്ല. എന്താ ഉണ്ടായത്? എന്തുണ്ടായെന്ന് ഞങ്ങൾ പറഞ്ഞു തരണോ? ഞങ്ങളുടെ ദീപു, അവൻ ഞങ്ങളുടെ അളിയനല്ല, ഞങ്ങളുടെ മകനാണ്. അവന്റെ അമ്മയും സഹോദരിമാരും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, ജലപാനം കഴിച്ചിട്ടില്ല. ഞാനൊരു പോലീസ് ഓഫീസറാണ്, ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. വിജയ, ചോദിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ വന്നിരി. 4 പെൺകുട്ടികളാ എനിക്ക്. അവർക്കൊക്കെ എന്നെക്കാൾ സ്നേഹം അവനോടാ. അതുപോലെ പെങ്ങന്മാരും അവരുടെ കുട്ടികളെന്ന് പറഞ്ഞ അവൻ മരിക്കും. വിജയ, ഇതൊക്കെ ഇവനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല ബാലേട്ട, ആലോചിക്കുന്നതോറും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മിസ്റ്റർ രാധാകൃഷ്ണൻ, നാട്ടിലും വീട്ടിലും ഒരു ഉത്സവം പോലെയാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തിയത്. അതൊക്കെ പോട്ടെ,
മാനസിക രോഗിയായ ഒരു കുട്ടിയെ ചികിത്സിപ്പിക്കാതെ കല്യാണം കഴിപ്പിച്ച് അയക്കുകയാണോ വേണ്ടത്? പറയണം മിസ്റ്റർ. എന്താ അവിടെ ഉണ്ടായി? എന്റെ മകൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങളുടെ മകൾക്ക് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവളെ ദീപുവിന്റെ തലയെ കെട്ടിവെച്ചത്? ചോദിക്കില്ലെങ്കിൽ ദയവായി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. എന്റെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയൂ. ഞാൻ പറയാം. എന്റെ മകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കല്യാണത്തോടെ അതൊക്കെ മാറുമെന്ന ഡോക്ടർ ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നത്. മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛന്റെ സ്വാർത്ഥത കാരണം എനിക്ക് നിങ്ങളോടത് പറയാൻ കഴിഞ്ഞില്ല. ഓഹോ, അപ്പൊ നിങ്ങളുടെ മകളുടെ രോഗം മാറ്റാനുള്ള പരീക്ഷണ വസ്തുവായി ഞങ്ങളുടെ ദീപുവിനെ നിങ്ങൾ തെരഞ്ഞെടുത്തു അല്ലേ? മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് എനിക്കറിയാം. കൂടുതലൊന്നും അറിയാനില്ല. വാ, നമുക്ക് പോവാം. പോകരുത്. ഞാനെല്ലാം വിശദമായിട്ട് പറയാം. ഇനി എന്ത് പറയാം? നിങ്ങൾക്ക് നിങ്ങളുടെ മോളാണ് വലുതെങ്കിൽ ഞങ്ങൾക്ക് അതിലും വലുതാണ് ദീപു. നടക്ക്. ഇക്കാര്യത്തിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. സത്യം പറഞ്ഞാൽ എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയോ വേണ്ടത്. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്കുണ്ടായ നഷ്ടം നികത്താനാവില്ലല്ലോ. അമ്മ എന്താ ഒന്നും പറയാത്തത്? എനിക്കൊന്നും അറിയില്ല. ബാലകൃഷ്ണ, നിങ്ങൾ എന്താച്ചാ തീരുമാനിച്ചോളൂ. വേറൊരു മാർഗമില്ലമ്മേ. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് കുട്ടി അവിടെ കൊണ്ടാക്കണം. അത്ര തന്നെ. ദീപു കൂടെ പോണം. നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും വരാൻ പാടില്ലല്ലോ. ബാലേട്ടനും ഉണ്ടാവണം. ഞാനും പോവാം. ലത ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ അവളോട് എന്തെങ്കിലും പറഞ്ഞ് രാവിലെ ഒരുക്കി നിർത്തുക. എന്താ ചെയ്യാൻ നമ്മുടെ യോഗം. എന്നാ ഞാൻ പോയിട്ട് കാലത്ത് വരാം. ഞാൻ റെഡി. ലസിച്ചെന്ത് സാരി മാറ്റാത്തെ? എന്റെ കൂടെ വരുന്നില്ലേ? നമുക്ക് വൈകുന്നേരം മടങ്ങി വരാം ചേച്ചി. കുട്ടി പൊയ്ക്കോളൂ. ലതേ, ദീപുവിനെ വിളിച്ചേ. അവളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തില്ലേ? എല്ലാം ഡിക്കിയിൽ വെച്ചു. അവളുടെ ഒരു സാധനം ഇനി ഇവിടെ അവശേഷിക്കരുത്. ദീപ്തി, രമ്യ, പോവാം. വാ വാ. ഇവര് നല്ല ഉടുപ്പൊന്നും ഇടിക്കാത്ത എന്താ ചേച്ചി? എല്ലാവർക്കും ഇത് എന്ത് പറ്റി? ഇവരെയൊക്കെ കാണാതെ ഞാൻ എങ്ങനെ അവിടെ വൈകുന്നേരം വരെ ഇരിക്കുക? അവരെ വിട്ടേക്കൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോവാനോ? ദീപുണ്ടല്ലോ കൂടെ, ഞാനുണ്ട്. എന്നാലും വരൂ, നമുക്ക് പോവാം. മോളെങ്കിലും എന്റെ കൂടെ അയക്കുന്നേ. വേണ്ട പ്രിയ, ഇതാ, വിട്, വിട്, മോളെ വിട്. ഞാൻ കൊണ്ടുപോവാം. ഇല്ല, വേണ്ട, ഇങ്ങ് തന്നെ. കുഞ്ഞിനെ തിരിച്ചു കൊടുക്ക. വാ, വണ്ടി കയറ്.